IC ബാലകൃഷ്ണനെതിരെ വീണ്ടും വെളിപ്പെടുത്തലെത്തുന്നു. അതായത് DCC ട്രഷറർ വിജയൻ്റെയും മകൻ്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മരണവുമായി ബന്ധപ്പെട്ട് കോഴയാണ് അത് കോൺഗ്രസ് നേതാക്കന്മാരാണ് വാങ്ങിയത്, DCC കേന്ദ്രീകരിച്ചാണ് വാങ്ങിയത്. അത് IC ബാലകൃഷ്ണനിലേക്കാണ് പോയത്. 17 ലക്ഷത്തിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ കൂടിയാണ് ഇപ്പോഴെത്തുന്നത്. തൻ്റെ മകൻ്റെ ജോലിക്കായി വിജയൻ മുഖേന DCC പ്രസിഡൻ്റായിരുന്ന IC ബാലകൃഷ്ണന് 17 ലക്ഷം രൂപ നൽകിയെന്ന് കോൺഗ്രസ് പ്രവർത്തകൻ ഐസക് താമരച്ചാൽ ഇപ്പോൾ പറയുന്നു. 8,60,000 തിരികെ നൽകി. 8 ലക്ഷം ലഭിക്കാനുണ്ട്. ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു പണം വാങ്ങിയതെന്നും ഐസക് താമരച്ചാലിൽ പറയുന്നു. ഐസക് താമരച്ചാലിൻ്റെ വാക്കുകൾ കേൾക്കാം ആദ്യം. കഴിഞ്ഞപ്പോൾ 5 ലക്ഷം വീണ്ടും കൊണ്ടു കൊടുക്കുകയാണ്. ഈ കിട്ടുന്നുള്ള കാരണം ഉറപ്പില്ല. നിങ്ങൾക്ക് അത് വിശ്വാസം ഇതാണ്, നിങ്ങൾ കോൺഗ്രസ് പ്രസോദൻ ഞങ്ങൾ ഈ ബോർഡിൽ വിശ്വാസം അല്ലാണ്ട് വേറെ തെളിവും തരാൻ പറ്റില്ലാതെ എന്നെ വിജയം തീർത്ത് പറഞ്ഞു തരില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ NM വിജയൻ്റെ അടുത്ത് പറഞ്ഞതനുസരിച്ച് ഈ ഞങ്ങൾ 17 ലക്ഷത്തിൽ തീരുമാനിച്ചു. 5 ലക്ഷം വീണ്ടും കൊടുത്തു. വീട്ടിലാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് ഒരു നിയമനം അവിടെ ഒരു കാരണത്തിൽ നടക്കില്ല. DCCയിൽ അല്ലാണ്ട് ഒരു തീരുമാനം അർബൻ ബാങ്കിൽ നടക്കില്ല. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലായി. കാരണം എല്ലാവരും ഒന്നിച്ചാണ് തീരുമാനിക്കട്ടെ, ബോർഡ് തീരുമാനിക്കണേ എല്ലാം തീരുമാനിക്കുള്ളൂ. പ്രസിഡന്റ് ഇല്ലാണ്ട് ബോർഡില്ലല്ലോ. അപ്പം അങ്ങനെയാണ്, അങ്ങനെ വന്നു. അങ്ങനെ തീരുമാനിച്ച് കഴിഞ്ഞപ്പോൾ 19 ഈ വീണ്ടും ഈ പൈസ 19 കൊടുക്കുന്നത്. 19 കൊടുത്തതിന് ശേഷം 5 കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് 20 വീണ്ടും ഈ ഒഴിവരാണ് ഇലക്ഷൻ നടത്തുക. അതിലും ഇവരെല്ലാം പറഞ്ഞു എഴുതി കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ ഈ ഗ്രൂപ്പ് വരുന്നുണ്ടായി. പാർട്ടിക്കാർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി. പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അത് ക്യാൻസൽ ചെയ്യാനും നിയമനം ആരും നടത്തണ്ടെന്നൊക്കെ തീരുമാനിച്ചു. അങ്ങനെ അവിടുന്ന് വീണ്ടും ഓട്ടെ. അത് കഴിഞ്ഞപ്പോഴാണ് ഇവർ തമ്മിൽ തല്ലുകൊണ്ടാണ് ബോർഡ് പിരിച്ചു വിട്ടിട്ട് അഡ്മിനിസ്റ്റ് പറഞ്ഞത്. അപ്പോഴും വിജയേട്ടൻ പറഞ്ഞു, നിങ്ങൾക്ക് പ്രശ്നം എന്താണ്, നിങ്ങൾക്ക് ജോലി കിട്ടും, ഉടനെ തന്നെ റെഡിയാക്കി തന്നു. അപ്പോൾ എന്തായാലും പുതിയ ഭരണം വരും, തെരഞ്ഞെടുപ്പ് വരല്ലേ, നമ്മളെ വേറെ കോൺഗ്രസ് രണ്ട് വേറെ ആരും അവിടെ ഇല്ല. അങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അങ്ങനെ പറഞ്ഞതനുസരിച്ച് വീണ്ടും പിന്നെ പുറകെ ഞാൻ നടക്കുക. എന്താണെന്നാലും അപ്പോൾ ആ സമയം കൊണ്ട് ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇവരുടെ ഫാനിൽ മാറിപ്പോയി. കോൺഗ്രസ് തന്നെയാണ്, പക്ഷേ ഗ്രൂപ്പ് മാറിപ്പോയി. കൂടുതൽ വിവരങ്ങളുമായി, ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനൂപ് KR ചേരുകയാണ്. അനൂപ്, ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് IC ബാലകൃഷ്ണനും DCCക്കുമെതിരെ, വയനാട് DCCക്കുമെതിരെ വരുന്നത്. അതായത് വിജയനെയും മകൻ്റെയും ആത്മഹത്യക്ക് കൃത്യമായ കാരണങ്ങളുണ്ട്. അത് കോൺഗ്രസ് നേതാക്കളുടെ സാമ്പത്തിക തിരിമറിയാണ്. IC ബാലകൃഷ്ണൻ MLAക്ക് അതുമായി ബന്ധപ്പെട്ട് ബന്ധങ്ങളുണ്ട്. ഇതാണ് പ്രധാനമായ ആരോപണമായി ഉയർന്നത്. ഇപ്പോഴിതാ കൂടുതൽ വെളിപ്പെടുത്തലുകൾ IC ബാലകൃഷ്ണനെതിരെ ബത്തേരി MLAക്കെതിരെ വരികയാണ്. അജിംഷാദ്, ഇതിൽ NM വിജയൻ ഇത്തരത്തിൽ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾക്ക് ഇടനിലക്കാരനായിരുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരം. അദ്ദേഹം ഇടപെട്ട് KPCCക്ക് എഴുതിയ കത്തുകൾ ഉൾപ്പെടെ അക്കാര്യം വ്യക്തമാണ്. NM വിജയൻ വലിയ സാമ്പത്തിക ഇടപാടുകൾക്ക് ഇടനിലക്കാരനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ബത്തേരി സഹകരണ ബാങ്ക് ബന്ധപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികളുടെ മാതാപിതാക്കളിൽ നിന്നെല്ലാം പണം വാങ്ങിയതിൽ ഇടനിലക്കാരനായിരുന്നു. ഈ പണം നേരെ DCCക്കാണ് ചെന്നത്. DCC പ്രസിഡന്റ് എന്ന IC ബാലകൃഷ്ണനായിരുന്നു. അത്തരത്തിൽ ആ കാലഘട്ടത്തിൽ വിവിധ ഘട്ടങ്ങളിലായി വിവിധ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വലിയ തുക DCC ശേഖരിച്ചു. എന്നാൽ പിന്നീട് ഈ ജോലി സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ ജോലി നൽകാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. അതോടൊപ്പം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു NM വിജയൻ. ഇതേ തുടർന്നുള്ള കടുത്ത മാനസിക സമ്മർദ്ദം അദ്ദേഹത്തെ പല ഘട്ടത്തിൽ അലട്ടുകയും ചെയ്തിരുന്നു. അതാണ് വലിയ ആത്മഹത്യയിലേക്കും ഇരുവരുടെയും, അദ്ദേഹത്തിൻ്റെയും മകൻ്റെയും ആത്മഹത്യയിലേക്ക് എത്തിച്ച സാഹചര്യം. അതായത് അനൂപ്, നേരത്തെ IC ബാലകൃഷ്ണൻ 10 ലക്ഷം വാങ്ങിയതിൻ്റെ തെളിവുണ്ടായിരുന്നു. പലരുടെ കയ്യിൽ നിന്നും ഈ വിജയനെ മുൻനിർത്തി ഇതുപോലെ IC ബാലകൃഷ്ണനും DCCയുടെ പ്രധാന തലപ്പത്തുള്ളവരും വാങ്ങിയിരുന്നു. ആ പണം നിയമനത്തിൻ്റെ പേരിലാണ് വാങ്ങിയത്. പക്ഷേ നിയമനം ലഭിച്ചില്ല. എന്നിട്ട് പണം തിരികെ കൊടുക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് മകനും വിജയനും വിഷം കഴിച്ച് മരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ പാപഭാരം മുഴുവൻ, ഈ സാമ്പത്തിക ക്രമക്കേടുകളുടെ പാവഭാരം മുഴുവൻ ഈ പാവം മനുഷ്യനിൽ, ഈ വിജയൻ പോലെ അല്ലെങ്കിൽ വയനാട്ടുകാരുടെ വിജയേട്ടനിലേക്ക് മാത്രം എത്തുകയായിരുന്നു ചെയ്തത്. അതാണ് ഇതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ ക്രൂരത. IC ബാലകൃഷ്ണൻ അടക്കമുള്ളവർക്കെതിരെ ഈ വിജയൻ, മരിച്ച വിജയൻ നേരത്തെ 2021 കത്ത് നൽകിയിരുന്നു. KPCC പ്രസിഡന്റിനടക്കം K സുധാകരനടക്കം നൽകിയിരുന്നു. നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. എന്നിട്ടൊന്നും KPCCയുടെ മൗനം അവിടെ ഗൗരവവും ഗുരുതരവുമാകുന്നു. ഈ 2 മരണത്തിനും ഉത്തരവാദികൾ കോൺഗ്രസ് ആണ് എന്ന് CPIM അടക്കമുള്ളവർ ആരോപിക്കുന്നതിൻ്റെ പിന്നിലെ കാരണവും അതുതന്നെയാണ്. ഇന്നിപ്പോൾ
കൂടുതൽ വെളിപ്പെടുത്തൽ 17 ലക്ഷം, നേരത്തെ 10 വന്നത്, ഇപ്പോൾ ഇപ്പോൾ 17 ലക്ഷം മറ്റൊരാൾ കൊടുക്കുന്നു. മറ്റുള്ള പലരും ഇതുപോലെ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് നിയമന കോഴയുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിയിട്ടുണ്ട്. അത് കോൺഗ്രസ് നേതാക്കന്മാരാണ്, IC ബാലകൃഷ്ണൻ അടക്കമുള്ളവരാണ് വാങ്ങിയത്. ഇതാണ് പ്രധാന ആരോപണമായി നിൽക്കുന്നത്. അതിലെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത്, ഈ ഐസക് വഴി. ഐസക്കും കോൺഗ്രസ് പ്രവർത്തകനാണല്ലേ? ഐസക് താമരച്ചാലിൽ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ദീർഘകാലം അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനാണ്. ചെറുപ്പം മുതൽ കോൺഗ്രസിൻ്റെ വിവിധ ഭാരവാഹിത്വങ്ങളിൽ ഇരുന്ന ആളാണ്. അതോടൊപ്പം അദ്ദേഹം ഇവിടെ നമുക്കറിയാം, നമ്മളിതിലെ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം പോകുമ്പോൾ ഇവിടെ ബൂത്ത് ഏജൻ്റായി കോൺഗ്രസിൻ്റെ ബൂത്ത് ഏജൻ്റായിട്ടിരിക്കുന്നത്